ഇന്ന് വളരെ ഭംഗിയുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. എന്നും പറയും പോലെയല്ല, ഇന്ന് ചെയ്യുന്നത് ഇൻഡോറിൽ അല്ലെങ്കിൽ ഒരു റൂമിലൊക്കെ നമുക്ക് പ്ലാന്റ്സ് ഹാങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യങ്ങളിൽ വളരെ ക്രിയേറ്റീവായിട്ട് പ്ലാന്റ് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏണി പോലെ അല്ലെങ്കിൽ ഒരു ട്രെല്ലീസ് ഒക്കെ പോലെ ചെയ്യുന്ന വളരെ ഒരു ക്രിയേറ്റീവായിട്ടൊരു കണ്ടൻ്റാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയ വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ വേഗം കണ്ടിരുന്നോളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഈ പ്ലാന്റ് ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബോട്ടിൽസിലാണ്. അപ്പോൾ ബോട്ടിൽസ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. പെയിൻറ്റ് ബ്രഷൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, ഡയറക്റ്റായിട്ട് കൈകൊണ്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഒരു സെല്ലോ ടേപ്പ് ഉപയോഗിച്ചിട്ട് അതിനെ ഹാഫ് ടു ഹാഫ് ആക്കിയതിന് ശേഷം ഒരു എഡ്ജസ് എല്ലാം നന്നായിട്ട് സ്മൂത്ത് ചെയ്ത് വൈറ്റ് കളർ ചൂസ് ചെയ്തിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇനി മുകളിലെ പാർട്ടിലായിട്ട് ഞാൻ റെഡ് കളറാണ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എന്ത് ഈ ബോട്ടിൽ കൊണ്ട് ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു ഐഡിയ ഇല്ലാതെ ചെയ്തു തുടങ്ങിയ പരിപാടിയാണ്. പിന്നീട് 2 ബോട്ടിലായി, 3 ബോട്ടിലായി, 4 ബോട്ടിലായി, 5 ബോട്ടിൽസ് ഉപയോഗിച്ചിട്ടാണ് ലാസ്റ്റ് ഇങ്ങനൊരു കണ്ടൻറ്റ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെയധികം സന്തോഷം തരുന്നൊരു വീഡിയോ ആണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ റൂമിൽ കണ്ണ് തുറന്ന് എണീക്കുമ്പോൾ തന്നെ കാണുന്ന കാഴ്ച നല്ല ഭംഗിയുള്ള ചെടികൾ ഇങ്ങനെ സൺലൈറ്റിൻ്റെ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന കാഴ്ചയായിരിക്കും. അപ്പോൾ ഡെയിലി നമുക്കൊരു പോസിറ്റീവ് വൈബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാ ചുള്ളിക്കമ്പുകളിലാണ്. ചുള്ളിക്കമ്പുകൾ ഇതുപോലെ എടുത്ത് ചീക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം 2 കയറെടുത്ത് നമ്മൾ 2 സ്ഥലത്തായിട്ട് കെട്ടിക്കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഓരോന്നും അപ്പുറം ഇപ്പുറം ഒക്കെ ആയിട്ട് നമ്മൾ ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്പീഡായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂസ്ഫുൾ കണ്ടൻ്റ് ആണ്, എന്നാൽ നിങ്ങളെ ബോറടിപ്പിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ സ്പീഡ് കൂട്ടി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടേക്കുന്ന കുപ്പികൾ ഇതുപോലെ ഒരു ചണനൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം. ഈ ബോട്ടിൽസിന് പകരം നമ്മൾ സാധാ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ചെറിയ പോട്ട്, മിനി പോട്ടോ ഒക്കെ കിട്ടുവാണെങ്കിൽ അതും നമുക്ക് എടുത്ത് ഇതുപോലെ ഹാങ് ചെയ്തിടാം. പിന്നെ ഇതുപോലൊരു ട്രെല്ലി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാന്റ്സ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ക്രീപ്പിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് ചൂസ് ചെയ്യണം. അപ്പോൾ ട്രെല്ലി കുറച്ചുകൂടെ നാൾ കഴിയുമ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് ആ ഒരു പ്ലാന്റ് അവിടെ സ്പ്രെഡ് ആവും. ഫസ്റ്റ് വലിയ ബോട്ടിൽ ഹാങ് ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ബോട്ടിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് ബാക്കി ബോട്ടിൽസും വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആകെ 5 കുഞ്ഞു ബോട്ടിൽസ് 3 എണ്ണവും വലിയ ബോട്ടിൽസ് 2 എണ്ണവും അങ്ങനെ ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾക്ക് പ്ലാന്റ് ചെയ്യാം. പിന്നെ ഞാൻ ഇപ്പോൾ പ്ലാന്റിനായിട്ട് എടുക്കുന്നത് ഫിലോഡെൻഡ്രോൻ്റെ മൈക്കൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. വളരെ ഭംഗിയുള്ള മൊസൈക്ക് ടൈപ്പ് ലീഫാണ് ഈ പ്ലാന്റിനുള്ളത്. ഇത് പെട്ടെന്ന് നമ്മൾ ഈ ഒരു ലോ ലൈറ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം ലൈറ്റൊക്കെ കിട്ടുന്ന ഇൻഡോറിൽ വളരാൻ കുഴപ്പമൊന്നും ഇല്ലാത്ത പ്ലാന്റാണ് ഈ മൈക്കൺ. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് ഞാൻ ചൂസ് ചെയ്തത്. അടുത്ത ബോട്ടിലായിട്ട് ഞാൻ മണി പ്ലാന്റിൻ്റെ തന്നെ നമ്മുടെ പോത്തോസിൻ്റെ തന്നെ മാർബിൾ പോത്തോസാണ് എടുത്തേക്കുന്നത്. ഇതും ഏകദേശം നമ്മളൊരു മീഡിയം സൺലൈറ്റിലൊക്കെ സർവൈവ് ആവുന്നൊരു പ്ലാന്റാണ്. ഒരിക്കലും ലോ ലൈറ്റ് അല്ലെങ്കിൽ ഒട്ടും വെട്ടം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ പ്ലാന്റ്സ് ഒരിക്കലും വളർത്താൻ ശ്രമിക്കില്ല. ആ പ്ലാന്റ്സ് നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്ലാന്റ്സ് ചൂസ് ചെയ്യണം. റൂമിലായാലും സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ നോക്കി വേണം ഇത് ഹാങ് ചെയ്യാനും. റൂമിൽ കൊണ്ടുപോയി ഹാങ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഇവിടെയും ഡിസ്റ്റർബ്ഡ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ഒരു പൊസിഷൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാഴ്ച. എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും ചിലവില്ലാതെ അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കിട്ടുന്ന ചുള്ളിക്കമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് ഹാങ്ങർ വളരെ ഭംഗിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുവാനാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും കാണാൻ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.